ഹലോ, വെൽക്കം ടു അഡ്രിനാലിൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബയോകെമിസ്ട്രിയിലെ ഒരു ചെറിയ ടോപ്പിക്കാണ്. എസ്സേസിൻ്റെയും ഷോർട്ട് എസ്സേസിൻ്റെയും ഒക്കെ കൂടെ ചോദിക്കാൻ പറ്റുന്നൊരു സബ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചെറിയ ടോപ്പിക്കാണ് റീനൽ ഗ്ലൂക്കോസൂറിയ. ഓക്കെ, നോർമൽ റീനൽ ത്രെഷോൾഡ് ഫോർ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് 175 to 180 mg/dL ആണ്. ഓക്കെ, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറഞ്ഞാൽ ഈ റീനൽ ത്രെഷോൾഡിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ ഈ ഗ്ലൂക്കോസ് യൂറിനിൽ അപ്പിയർ ചെയ്യും. ഓക്കെ, ചില കേസിൽ റീനൽ ത്രെഷോൾഡ് ലോവർ ആയിരിക്കും, എങ്കിലും ഈ ഗ്ലൂക്കോസ് യൂറിനിൽ കൂടി എക്സ്ക്രീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഈ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ പ്ലാസ്മ ഗ്ലൂക്കോസ് ലെവൽ നോർമൽ ആയിരിക്കും. പ്ലാസ്മ ഗ്ലൂക്കോസ് നോർമലായിട്ട് കൂടി ഈ ഗ്ലൂക്കോസ് യൂറിനിൽ കൂടി എക്സ്ക്രീറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അബ്നോർമൽ ആയിട്ടുള്ള ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഴ്സാണ്. അതായത് കിഡ്നിയിലെ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഴ്സ് ആയിട്ടുള്ള SGL2 ഇങ്ങനത്തെ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഴ്സിന് എന്തെങ്കിലും ഡിഫക്റ്റുകൾ വരുമ്പോഴാണ് ഈ ഗ്ലൂക്കോസ് യൂറിനിൽ കൂടി എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനത്തെ കേസിൽ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നോർമൽ ലിമിറ്റിലായിരിക്കും. അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ ഫിസിയോളജിക്കലായിട്ട് നമുക്ക് ലോവർ ആയിട്ടുള്ള റീനൽ ത്രെഷോൾഡ് വാല്യൂ കാണാൻ പറ്റും. 10% ഓഫ് പ്രഗ്നൻറ്റ് വുമൺ ഷോസ് റീനൽ ഗ്ലൂക്കോസൂറിയ അറ്റ് ദ ലാസ്റ്റ് ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസി. അടുത്തതായിട്ട് വരുന്നൊരു പോയിൻ്റാണ് റീനൽ ഗ്ലൂക്കോസൂറിയ അസോസിയേറ്റഡ് വിത്ത് റീനൽ ഡിസീസ് വിത്ത് റീനൽ ട്യൂബുലർ ട്രാൻസ്പോർട്ട് ഇഫക്ട്സ്. അതിൻ്റെ എക്സാമ്പിളാണ് ഫാങ്കോണി സിൻഡ്രോം. ഓക്കെ, ഈ ഒരു കേസിലൊക്കെ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസൂറിയ ക്യാൻ അസോസിയേറ്റഡ് വിത്ത് അമിനോ ആസിഡൂറിയ ആൻഡ് ഫോസ്ഫറ്റൂറിയ. അതുപോലെ തന്നെ ചില കേസിൽ റീനൽ ത്രെഷോൾഡ് വാല്യൂ കൂടുകയും അതുപോലെ തന്നെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എലവേറ്റ് ആവുന്ന കണ്ടീഷനിലും യൂറിനിൽ കൂടി ഗ്ലൂക്കോസ് അപ്പിയർ ചെയ്യുന്നില്ല. ഈ കേസിൽ എന്ന് പറഞ്ഞാൽ GFR ഡിക്രീസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ റീനൽ ട്യൂബുലാർ ഡിഫക്ട്സ് ഒക്കെ മിനിമൽ ആയിരിക്കും. മിനിമൽ ട്യൂബുലാർ ഡിഫക്ട്സും അതുപോലെ തന്നെ GFR ഡിക്രീസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കും. ഇങ്ങനത്തെ കണ്ടീഷൻ കാണുന്നത് ഓൾഡ് ഏജിൽ, അതുപോലെ തന്നെ കിഡ്നി വിൽസൺ സിൻഡ്രോം, അതായത് ഡയബറ്റിക് നെഫ്രോസ്ക്ലിറോസിസ് പോലുള്ള കണ്ടീഷൻസിലാണ് ഇങ്ങനെ ഒരു ഇത് കാണുന്നത്. അതായത് റീനൽ ത്രെഷോൾഡ് കൂടുതലാണെങ്കിലും ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലും എലവേറ്റഡ് ആയിട്ടും യൂറിനിൽ കൂടി ഗ്ലൂക്കോസ് അപ്പിയർ ചെയ്യുന്നില്ല. ഇത്രയൊരു പോയിന്റ്സ് എങ്കിലും റീനൽ ഗ്ലൂക്കോസൂറിയ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ജസ്റ്റ് ഒന്ന് എക്സാമിന് പോകുന്നതിന് മുന്നേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു.